KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിലെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് യോഗം നടക്കുന്നത്. ക്രെഡിറ്റ് തർക്കത്തിൽ ഇടപെട്ട് ദീപാദാസ് മുൻഷി എന്ന വിവരം വരുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ടു എന്നൊക്കെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്നു. ഏതായാലും രാവിലെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ദിരാഭവനിലേക്ക് എത്തിയ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് തർക്കം വേണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു. ഞാൻ ഒന്നും ചർച്ച ചെയ്യാനില്ല. എല്ലാ KPCC പ്രസിഡന്റ് ഇന്നത്തെ യോഗത്തിന് ശേഷം നൃപൻ ചേരുകയാണ് അവിടെ നിന്ന്, ഇന്ദിരാഭവനിൽ നിന്ന്. നൃപൻ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ, ക്രെഡിറ്റ് പ്രശ്നം, ഇതിലൊന്നും അദ്ദേഹം സന്തോഷവാനായി ചിരിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാണ് അകത്തേക്ക് കയറിപ്പോയത്. ഏറ്റവും ആകാംക്ഷ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാൻ ചുമതലപ്പെട്ടവരെല്ലാം ഉണ്ടോ എന്നുള്ളതാണ്. മുൻ KPCC അധ്യക്ഷന്മാരെല്ലാവരും. തീർച്ചയായും ഇത് ഈ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് കഴിഞ്ഞ ദിവസം വലിയ തരത്തിൽ വിവാദമായത്. അത് ക്യാപ്റ്റൻ ആരാണ്, മേജർ ആരാണ് എന്ന തർക്കം വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതിനുശേഷമാണ് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ഇന്നലെ രാത്രി ആശയവിനിമയം നടത്തിയത്. കടുത്ത അതിർത്തി AICC നേതൃത്വത്തിനുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ നേതാവ് ആരാണ് എന്ന തരത്തിലേക്ക് തർക്കത്തിലേക്ക് പോകരുത്. അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന തരത്തിലെ താക്കീത് രമേശ് ചെന്നിത്തലയെ കൂടി KPCC ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ദീപാദാസ് മുൻഷി. 3 നേതാക്കളും ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല. 3 പേരോടും ഇത്തരം കാര്യങ്ങൾ വിവാദം ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് എത്തിയ VD സതീശനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടിയൊന്നും പറയാതെ എല്ലാം KPCC അധ്യക്ഷൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും, അതിനുശേഷം നേതാക്കൾ തന്നെ പ്രതികരിക്കും എന്ന തരത്തിൽ മറുപടി നൽകി മടങ്ങിയത്. വലിയ തരത്തിൽ വിവാദമുണ്ട്. മറ്റൊരു കാര്യം ശരത് ചോദിച്ചത് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന കാര്യം. അത് ഏവരും ഉറ്റുനോക്കുന്നത് ശശി തരൂരിന്റെ കാര്യത്തിലാണ്. നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂര് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കേരളത്തിലെ നേതാക്കൾക്ക് കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. തരൂരിന്റെ കാര്യത്തിൽ ഒരു നിലപാട് AICC നേതൃത്വം എടുക്കാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ഷെഡ്യൂൾ പോലും നൽകിയിരുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന കാര്യം പരസ്യമായി പറഞ്ഞു. അക്കാര്യത്തിലും കൂടുതൽ വിവാദം ഒഴിവാക്കാനായിരുന്നു കേരളത്തിലെ നേതാക്കൾ ശ്രമിച്ചത്. തരൂർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റൊരു നേതാവ് പങ്കെടുക്കാത്തത് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ. അദ്ദേഹം ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ KPCC നേതൃത്വത്തെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരാൾ ശശി തരൂരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിവാദങ്ങൾ അടഞ്ഞ അധ്യായമാണ് എന്ന് പുറത്ത് പറയുമ്പോഴും VD സതീശൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ മറ്റ് K സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്ക് അൻവറിനെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം എന്ന നിലപാടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ഈ വിഷയം മുതിർന്ന നേതാക്കൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ എന്താണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം തീരുമാനിക്കുക എന്ന കാര്യം ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇന്നത്തെ യോഗത്തിൽ. ശരത്. റൈറ്റ്, ശരി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയുടെ വിശദാംശങ്ങളാണ് നൃപൻ ഇപ്പോൾ നൽകിയത്. അത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ശശി തരൂർ പങ്കെടുക്കുന്നില്ല, K സുധാകരൻ പങ്കെടുക്കുന്നില്ല എന്ന സാഹചര്യമൊക്കെ ഉണ്ട്.